ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് 6ാം ക്ലാസ്സിലെ ക്രിസ്മസ് എക്സാമിൻ്റെ അടിസ്ഥാന പാഠവലിയുടെ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തേത്, വായിക്കാം എഴുതാം. ഹരി എന്നാണ് നാടകത്തിൽ നിന്റെ പേര്. കസേരയിൽ ഇരിക്കുന്ന സാറാണ് നിന്റെ അച്ഛൻ. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചു കേട്ട് നീ അച്ഛനോട് പറയണം. സാർ വായിച്ചു തന്നു. അച്ഛൻ വരുമ്പോൾ എനിക്കൊരോണമുണ്ടും ഓടക്കുഴലും വാങ്ങിക്കൊണ്ടുവരണം. എല്ലാവരും ഞാൻ പറയുന്നത് കേൾക്കാൻ കാതോർത്തിരിക്കുകയാണ്. പക്ഷേ ആ ശബ്ദം മാത്രം പുറത്തേക്ക് വരുന്നില്ല. എൻ്റെ ധർമ്മസങ്കടം ആരറിയാൻ? ഇന്നലെ വരെ പേടിയോടെ നോക്കിയിരുന്ന സാറിൻ്റെ മുഖത്ത് നോക്കി അച്ഛാന്ന് എങ്ങനെ വിളിക്കും? അമ്പരപ്പ് കൊണ്ടും നാണം കൊണ്ടും കൈകൾ പിന്നിൽ കെട്ടി തറയിൽ നോക്കി നിൽക്കുകയാണ് ഞാൻ. എടാ പറയടാ. അധ്യാപകരുടെ ആക്രോശം പല ഭാഗത്തു നിന്നും അതെന്നെ പൊതിഞ്ഞു. ശരീരത്തിന് ചൂട് കൂടി വന്നു. ശ്രുതിയും താളവും ഇല്ലെന്ന് പറഞ്ഞ് സാറിൻ്റെ മുഖം ഉള്ളിൽ മിന്നി മറഞ്ഞു. കസേരയിലിരിക്കുന്ന സാറിനെ നോക്കിയില്ല. കണ്ണുകൾ ഇറുക്കി അടച്ച് ഞാൻ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു, അച്ഛൻ വരുമ്പോൾ എനിക്ക് ഒരോണമുണ്ടും ഓടക്കുഴലും കൊണ്ടുവരണം. ആരും ഒന്നും മിണ്ടിയില്ല. ഒരു നടൻ ജനിച്ച മുഹൂർത്തമായിരുന്നു അത്. പിഴവുകളോടെയെങ്കിലും ഒരു നവജാത നടൻ. അഭിനയത്തിൻ്റെ പടവുകൾ. മുരളി. ഇനി നമുക്ക് ചോദ്യം നോക്കാം. ആദ്യത്തെ ചോദ്യം, മുരളി അഭിനയിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേരെന്താണ്? എന്താണ് മക്കളെ? ഹരി, ഗിരി, മുരളി, രാജു. ഏതായിരിക്കും? ഹരി. അടുത്തത്, അച്ഛൻ വാങ്ങിക്കൊണ്ട് വരേണ്ടത് എന്തെല്ലാമായിരുന്നു? ഓണമുണ്ടും ഓടക്കുഴലും. അടുത്തത്, മുരളിയോട് ആക്രോശിച്ച് സംസാരിച്ചത് ആരായിരുന്നു? കൂട്ടുകാർ, രക്ഷിതാക്കൾ, അധ്യാപകർ, നാട്ടുകാർ. അധ്യാപകർ അല്ലേ? അടുത്തത്, അമ്പരപ്പ് കൊണ്ടും നാണം കൊണ്ടും മുരളി എന്ത് ചെയ്തു എന്നാണ് ഇവിടെ പറയുന്നത്? എന്തായിരുന്നു മക്കളെ? കണ്ണുകൾ ഇറുക്കി അടച്ചു. അടുത്തത്, സാർ വായിച്ചു തന്ന ഡയലോഗ് പറയാൻ മുരളിക്ക് കഴിയാത്തതിൻ്റെ കാരണം താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ്? കസേരയിലിരിക്കുന്നത് സ്വന്തം അച്ഛനാണ്. കസേരയിലിരിക്കുന്നത് സ്വന്തം സാറാണ്. ഇന്നലെ വരെ പേടിയോടെ നോക്കിയിരുന്ന സാറിനെ അച്ഛനെന്നു വിളിക്കാനുള്ള മടി പ്രശസ്തനായ നടനായതുകൊണ്ട്. അപ്പോൾ ഏതായിരിക്കും മക്കളെ? കസേരയിലിരിക്കുന്നത് സ്വന്തം സാറാണ്. ഇന്നലെ വരെ പേടിയോടെ നോക്കിയിരിക്കുന്ന സാറിനെ അച്ഛ എന്ന് വിളിക്കാനുള്ള മടി. അതിൻ്റെ ഓപ്ഷൻ സി ആണ് വരിക. അടുത്തത്, പോസ്റ്റർ. അരങ്ങ് എന്ന പേരിൽ നാടക ശില്പശാല ഡിസംബർ 30 നിങ്ങളുടെ വിദ്യാലയത്തിൽ സംഘടിപ്പിക്കുന്നു. പ്രമുഖ നാടക കലാകാരൻ വെങ്കിട്ട സുബ്രനാണ് ക്ലാസുകൾ നയിക്കുന്നത്. പ്രസ്തുത പരിപാടിയുടെ പോസ്റ്റർ തയ്യാറാക്കുക. കണ്ണൂർ UP സ്കൂൾ നാടക ശില്പശാല ഡിസംബർ 31 രാവിലെ 10 മണി. ഉദ്ഘാടനം ജയശ്രീ. നാടകകൃത്ത്. ക്ലാസുകൾ നയിക്കുന്നത് വെങ്കിട്ട സുബ്രഹ്മണ്യൻ, നാടക കലാകാരൻ. ഏവർക്കും സ്വാഗതം. അടുത്തത്, ദ ഫിഷ് ആൻഡ് ഐ എന്ന സിനിമയുടെ ആശയവുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏത്? ഭൂമി എന്ന മനോഹര തീരത്ത് വന്നു ചേർന്നവയെല്ലാം അതിൻ്റെ അവകാശികളല്ല. ഇറാനിയൻ സംവിധായകനായ മജീദ് ആണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്. പ്രകൃതിയെ സ്നേഹിച്ചാൽ തൻ്റെ ജീവസമ്പത്തിനാൽ അവ നമ്മെ അനുഗ്രഹിക്കും. കാഴ്ച പരിമിതിയുള്ള ഒരാൾ തൻ്റെ ഹൃദയം കൊണ്ട് മീൻകുഞ്ഞിനെ സംരക്ഷിക്കുന്നു. അപ്പോൾ ഏതായിരിക്കും? 3ഉം 4ഉം ശരിയല്ലേ? പ്രകൃതിയെ സ്നേഹിച്ചാൽ തൻ്റെ ജീവസമ്പത്തിനാൽ അവ നമ്മെ അനുഗ്രഹിക്കും. കാഴ്ച പരിമിതിയുള്ള ഒരാൾ തൻ്റെ ഹൃദയം കൊണ്ട് മീൻകുഞ്ഞിനെ സംരക്ഷിക്കുന്നു. അടുത്തത്, രേഖാചിത്രങ്ങളെക്കുറിച്ച് ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയായി വരുന്നത്? ഒരു കാഴ്ചയെ ആവിഷ്കരിക്കുന്ന രീതിയാണ് രേഖാചിത്രങ്ങളുടേത്. രണ്ടാമത്തത്, പ്രകാശം കൊണ്ടുള്ള വരിയാണ് രേഖാചിത്രം. മൂന്നാമത്തത്, പറഞ്ഞോ എഴുതിയോ വിശദീകരിക്കാൻ കഴിയാത്ത പല ആശയങ്ങളും പകർന്നു തരുന്നു. നാലാമത്തെ, പ്രകൃതിയിലെ വികാരങ്ങളെയും ഭാവങ്ങളെയും അപ്പോൾ ഒപ്പിയെടുക്കാൻ കഴിയുന്നു. അപ്പോൾ ഏതെല്ലായിരിക്കും? 1ഉം 3ഉം ശരിയല്ലേ? ഒരു കാഴ്ചയെ ആവിഷ്കരിക്കുന്ന പ്രസ്താവനയാണ് രേഖാചിത്രങ്ങളുടേത്. പറഞ്ഞോ എഴുതിയോ വിശദീകരിക്കാൻ കഴിയാത്ത പല ആശയങ്ങളും പകർന്നു തരുന്നു. അടുത്തത്, താരതമ്യക്കുറിപ്പ്. ഉരുളികൾ കിണ്ടികളൊക്കെ ഉടച്ചു, ഉരലു വലിച്ചു കിണറ്റിൽ മറിച്ചു, ചിരവയെടുത്തത് തീയിലൊഴിച്ചു. കുഞ്ചൻ നമ്പ്യാർ. അടുത്തത്, കുണ്ടിടിഞ്ഞ് അളഭയാൻ വന്ന് അട്ടപ്പാടി, കൂറുവാൻ കുറ്റ്യാടിയും ജബ്ബൽ ഉതിർന്ന് ചാടി, അണ്ടെ പോലെ നാടുകാണി വീണിടിഞ്ഞുകൊണ്ടേ അങ്ങുമിങ്ങും പോക്കും വരവും മുടങ്ങുന്നുണ്ട്. അക്ഷരങ്ങളുടെ ആവർത്തനം, ആശയം എന്നിവ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അല്ലെങ്കിൽ അടുത്തതും താരതമ്യക്കുറിപ്പാണ്. എറണാകുളത്ത് ഒരു പ്രോഗ്രാമിനിടയിൽ കാലിടറിയ അദ്ദേഹത്തെ പിടിക്കാനാഞ്ഞ എൻ്റെ നെഞ്ചിൽ ചാഞ്ഞു നിന്നപ്പോൾ ആ മനുഷ്യൻ്റെ മകനാണ് ഞാനെന്ന് എനിക്ക് തോന്നി.
ഒരു യുഗ പൊലിമ മങ്ങി മറയുകയാണ്. എൻ്റെ മനസ്സ് ശൂന്യമാവുന്ന പോലെ തോന്നുന്നു. ഞാൻ എൻ്റെ ഇരു കൈകളും മലർത്തി വയ്ക്കുന്നു. മമ്മൂട്ടി. ഈ ഫോട്ടോയും കുറിപ്പും മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ MT വാസുദേവൻ നായർ അന്തരിച്ചപ്പോൾ നടൻ മമ്മൂട്ടി പങ്കുവച്ചതാണ്. ഫോട്ടോയും നടൻ്റെ അഭിപ്രായവും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. മമ്മൂട്ടിയുടെ സിനിമാ ജീവിതത്തെ രൂപപ്പെടുത്തിയതിൽ MTയുടെ കഥാപാത്രങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്നും ആ ഹൃദയത്തിൽ ലഭിച്ച ഇടമാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്നും മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ട്. MTയുടെ വിയോഗത്തിൽ അദ്ദേഹത്തിൻ്റെ വിയോഗം ഒരു യുഗത്തിൻ്റെ അന്ത്യമാണെന്നും മനസ്സിൽ ശൂന്യത അനുഭവപ്പെടുന്നു എന്നും മമ്മൂട്ടി ഹൃദയസ്പർശിയായ കുറിപ്പിലൂടെ അനുസ്മരിച്ചു. മമ്മൂട്ടിക്ക് വേണ്ടി എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ സംഭാഷണം കേൾക്കാം എന്ന MTയുടെ വാക്കുകൾ വലിയ ഭാഗ്യമായി മമ്മൂട്ടി കരുതുന്നു. ഇത് ഗുരുത്വവും സ്നേഹവും നിറഞ്ഞ ബന്ധത്തെയാണ് കാണിക്കുന്നത്. അടുത്തത് അഭിമുഖ ചോദ്യാവലി. അഷ്ടപതി ഗായകനായ ഞെരളത്ത് രാമപൊതുവാളിൻ്റെ ഫോട്ടോയും അടിക്കുറിപ്പും തയ്യാറാക്കിയ പ്രശസ്ത ഫോട്ടോഗ്രാഫർ മധുരാജ് നിങ്ങളുടെ വിദ്യാലയത്തിലെ ഫോട്ടോ ചിത്ര പ്രദർശനം ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നു എന്ന് കരുതുക. അദ്ദേഹവുമായി നടത്തുന്ന അഭിമുഖത്തിനാവശ്യമായ ചോദ്യാവലി തയ്യാറാക്കുക. കുറഞ്ഞത് 5 ചോദ്യമെങ്കിലും തയ്യാറാക്കണം. അല്ലെങ്കിൽ കുറിപ്പ്. പ്രശസ്ത ചിത്രകാരനായ റസാഖ് കോട്ടക്കൽ, വിക്ടർ ജോർജ്, മധുരരാജ് എന്നിവർ പകർത്തിയ ഫോട്ടോകൾ നിങ്ങൾ കണ്ടല്ലോ. അവയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോ ഏതാണ്? അതിൻ്റെ പ്രത്യേകതകളും നിങ്ങളുടെ നിരീക്ഷണങ്ങളും ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കുക. ഇതാണ് ഇഷ്ടപ്പെട്ട ഫോട്ടോ. മിക്സിയും മെതിയന്ത്രമൊന്നും ഇല്ലാതിരുന്ന ഒരു കാലത്തെ കേരളീയ ജീവിതത്തിലെ ഒരു സാധാരണ കാഴ്ചയാണ് റസാഖ് കോട്ടക്കൽ രണ്ടാമത്തെ ചിത്രത്തിൽ പകർത്തിയിരിക്കുന്നത്. ഉരലും ഉലക്കയും മുറവും ഉപയോഗിച്ചുള്ള പാറ്റലുമൊക്കെ ഇന്നത്തെ തലമുറയ്ക്ക് അത്ഭുതകരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു. അടുത്തത് കത്ത്. ദ ഫിഷ് ആൻഡ് ഐ എന്ന സിനിമ കണ്ടുവല്ലോ. സിനിമയുടെ ആശയവും അവ നിങ്ങളിൽ ഉണർത്തിയ ചിന്തകളും ഉൾപ്പെടുത്തി കൂട്ടുകാരന് കത്തെഴുതുക. അപ്പോൾ അത് കത്തെഴുതുമ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആയിരിക്കും ഗീതം. പ്രിയപ്പെട്ട അമ്മുവിന്, നിനക്ക് സുഖമാണോ? എന്നിട്ട് എഴുതുക. എൻ്റെ 6ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയുടെ പാഠം 2 നല്ലൊരു കഥയാണ് മീനും ഞാനും. കാഴ്ച പരിമിതിയുള്ള ഒരു മനുഷ്യനും തൻ്റെ വീട്ടിലെ സ്വർണ്ണ മത്സ്യവും തമ്മിലുള്ള പരസ്പര ബന്ധത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും കാഴ്ചയാണ് മീനും ഞാനും എന്ന ഇറാനിയൻ ഹാസ്യ സിനിമ. അടുക്കളയിൽ ഇത്തിരി ചായ ഉണ്ടാക്കുന്ന തിരക്കിലാണ് കണ്ണു കാണാൻ വയ്യാത്ത ആ മനുഷ്യൻ. തൊട്ടടുത്ത് ഒരു പാത്രത്തിൽ നിറച്ച വെള്ളത്തിൽ മീനുണ്ട്. അബദ്ധത്തിൽ കൈതട്ടി ആ പാത്രം തറയിൽ വീണുടയുന്നു. ചില്ലുപാത്രം വീണ് തകരുന്ന ശബ്ദം കേട്ട് ഞെട്ടുന്ന അദ്ദേഹത്തിൻ്റെ ഭയപ്പാട് ഒരു ക്ലോസപ്പ് ഷോട്ടിലൂടെ ക്യാമറ ഒപ്പിയെടുക്കുന്നുണ്ട്. താഴെ വീണ മീൻ കുഞ്ഞിൻ്റെ ജീവൻ അപകടത്തിലാണ് എന്ന് മനസ്സിലാക്കിയ അയാൾ വേഗത്തിൽ പ്രതികരിച്ചു. വെള്ളത്തോടൊപ്പം മീനും ഒഴുകിപ്പോകാൻ സാധ്യതയുള്ള അടുക്കളയിലെ പൈപ്പിൻ്റെ ദ്വാരം അദ്ദേഹം പരതി കണ്ടുപിടിച്ച് തൻ്റെ കുപ്പായം ഊരി അടച്ചു. ശേഷം മീനിൻ്റെ ജീവൻ നിലനിർത്താൻ തറയിൽ മുഴുവൻ അതിവേഗം വെള്ളം നിറയ്ക്കാൻ ശ്രമിച്ചു. തൻ്റെ മത്സ്യത്തെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന ആഗ്രഹത്തോടെ തറയിലിരുന്ന് ആ മനുഷ്യൻ മീനിന് വേണ്ടി പരുതുന്നുണ്ട്. ഒരു ജീവൻ രക്ഷിക്കാനുള്ള ആഗ്രഹവും ഒപ്പം തെല്ല് ആശങ്കയും ആ മുഖത്ത് കാണാം. തറയിൽ കുറച്ചു മാത്രമുള്ള ആ വെള്ളത്തിൽ നിന്ന് മത്സ്യക്കുഞ്ഞിനെ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിൽ വിജയിക്കാതെ ആ മനുഷ്യൻ തറയിൽ നിരാശനായി ഇരിക്കുന്നു. എന്നാൽ അത്ഭുതം എന്നോണം ജലത്തിൽ ചേർത്തുവെച്ച അദ്ദേഹത്തിൻ്റെ കൈക്കുള്ളിലേക്ക് ആ ചെറിയ മീൻകുഞ്ഞ് തൻ്റെ വീട്ടിലേക്ക് എന്ന പോലെ പതിയെ നീന്തിയെത്തുന്നു. അപ്പം നിനക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടിനോ? എനിക്ക് നല്ലോണം ഇഷ്ടപ്പെടുന്നു. നീ വായിച്ചിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയണം. ഞാൻ കത്തിയുടെ അവസാനിക്കുന്നു എന്ന് സ്വന്തം. അടുത്തത് വിവരണം. മുകളിൽ കൊടുത്ത ചിത്രത്തിന് ഒരു വിവരണം തയ്യാറാക്കുക. പ്രകൃതിയുടെ നഷ്ടത്തെ പ്രതീകപ്പെടുത്തുന്ന ഒരു മരക്കുറ്റി, അതിനു മുകളിൽ പറക്കുന്ന ഒരു ചെറിയ പക്ഷി, ചുറ്റും വളരുന്ന പുതിയ വള്ളികൾ, പ്രതീക്ഷയുടെ തിളക്കവും ജീവിതത്തിൻ്റെ പ്രതിരോധശേഷിയും പ്രദാനം ചെയ്യുന്നതിനായി ചിത്രത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നു. നിലത്ത് വേരുകളുള്ള മുറിച്ചെടുത്ത ഒരു വലിയ മരക്കുറ്റി കാണിക്കുന്നു. കുറ്റിക്കാടിന് ചുറ്റും വലിയ ചെറിയ പച്ച വള്ളികൾ വളർന്നു വരുന്നു. മുകൾ ഭാഗത്തായി ഒരു പക്ഷി പറക്കുന്നു. പ്രകൃതിയെയും മനുഷ്യൻ്റെ ആഘാതത്തെക്കുറിച്ചുമുള്ള ഹസ്രചിത്രങ്ങളിൽ പലപ്പോഴും പര്യവേക്ഷണം ചെയ്യപ്പെടുന്ന ഒരു പ്രമേയമായ നാശത്തിനിടയിലും പുനരുജ്ജീവിപ്പിക്കാനും നിലനിർത്താനുമുള്ള പ്രകൃതിയുടെ കഴിവായി ഈ രംഗത്തെ വ്യാഖ്യാനിക്കാം. പുതിയ വളർച്ച പ്രത്യാശയെയും തുടർച്ചയായ ജീവിതചക്രത്തെയും പ്രതിനിധീകരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് തരാനും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.